ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. രാത്രി മാത്രം ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് രാത്രി ബസാർ. രാത്രി ബസാർ എന്ന് വെച്ചാല് വഡോദരയില് രാത്രി മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. ഏകദേശം ഒരു 10:30 മുതൽ വെളുപ്പിന് 4 മണി വരെ ഈ സ്ഥലം ഓപ്പൺ ആയിരിക്കും. ഇവിടെ നല്ല ക്രൗഡൊക്കെ കാണാട്ടോ. നല്ല ജനങ്ങളാണ് ഇവിടെ രാത്രി ഈ ഒരു സമയത്ത് വരുന്നത്. സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് ഫുഡും കൂടി ആകാം. ബിക്കോസ് ഇത് ഫുഡിന് മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫുഡ് എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം, നോൺ വെജ് ഫുഡ് ഇവിടെ കിട്ടത്തില്ല. സോ നമുക്ക് രാത്രി ബസാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. രാത്രി ബസാർ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റിയുടെ നടുഭാഗത്താണ്. ഹാർട്ട് എന്ന് തന്നെ പറയാം. ഫത്തേഗഞ്ച് എന്ന് പറഞ്ഞ ഏരിയയിലാണ് വഡോദരയിലെ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫുഡ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറിയൻ ഫുഡ്സ് ഓൺലി. അതായത് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ എല്ലാ ഫുഡും കിട്ടും. പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ, നോൺ വെജ് കിട്ടത്തില്ല. പക്ഷേ അതില്ലാത്ത ആൾക്കാരൊന്നല്ല, വെജിറ്റേറിയൻ ഇപ്പൊ എല്ലാവരും കഴിക്കുമല്ലോ. അപ്പൊ ഒരു നോൺ വെജ് കഴിച്ച് മടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് വെജിറ്റേറിയൻ എക്സ്പ്ലോർ ചെയ്യും. ബിക്കോസ് ഭയങ്കര വെറൈറ്റീസ് ഉള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും. ആൻഡ് ടേസ്റ്റി ഓൾസോ. രാത്രി ബസാർ എന്താണെന്ന് കാണാൻ വേണ്ടി ഞാൻ ഇറങ്ങിയ കേട്ടോ. കാരണം രാത്രി മാത്രം ആക്റ്റീവ് ആവുന്ന ഒരു ബസാർ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയണമല്ലോ. നമ്മുടെ നാട്ടില് ഇതുപോലെ നൈറ്റ് ലൈഫ് വളരെ കുറവാണല്ലോ. ട്രിവാൻഡ്രത്തൊക്കെ റീസെന്റ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. കാരണം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 12 കഴിഞ്ഞു. അതായത് ഈ ഷോപ്പ് ഇപ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഒട്ടും ക്രൗഡ് ഇല്ല. അപ്പൊ തിരക്കിന് കൂടിക്കൂടി വരികയാണ്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ടേബിളിലും ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ട് വരികയാണ്. സോ സംഭവം ഭയങ്കര രസമുണ്ട്. ഞങ്ങളിപ്പോൾ മഞ്ചൗ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതിൽ ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മഞ്ചൂരിയൻ ഡ്രൈയും, അതായത് സെമി ഗ്രേവിയും, പിന്നെ മഞ്ചൗ സൂപ്പും ആണ്. 1/2 പറഞ്ഞു നമ്മള്. പിന്നെ വെറൈറ്റി എന്തെങ്കിലും ഒരു നൂഡിൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാം നമുക്ക്. പക്ഷെ ഇവിടെ എല്ലാ ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്. അതായത് ചൈനീസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്. പാവ് ഭാജിയും പുലാവിന്റെയും സെപ്പറേറ്റ് കാറ്റഗറി തന്നെ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചൈനീസില് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചൈനീസ് ഭേലുണ്ട്, പനീർ ചില്ലി ഡ്രൈ ഉണ്ട്. അതായത് നിങ്ങളിപ്പോ ഒരു പെർഫെക്റ്റ് ഫുഡിയാണ്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. അതും വെജിറ്റേറിയൻ ഫുഡ് മാത്രം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നെങ്കിൽ. അതായത് ഇപ്പം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ രാത്രി ബസാറിൽ വരിക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സമയം 12 രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ബിക്കോസ് ഇത് രാത്രി ബസാറാണ്. हर पल की खुशबू से दिन नया सा जीत बने हम तुम साथ चले धड़कनों में गीत बने हर पल की खुशबू से दिन नया सा जीत. നമ്മളിവിടെ ഷോട്ട്സിന്റെ കടയിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മള് ഡ്രിങ്ക് ആണ്, ഫ്രൂട്ട് ഷോട്ട്സ്. അപ്പോ പല പല ഫ്ലേവേഴ്സ് ഉണ്ട്. ജാമുൻ, കീവി, മാംഗോ, പിന്നെ ഏതായിരുന്നു ഗോവ ഷോട്ട്സും. അപ്പം അതിനകത്തുനിന്ന് നമ്മളിപ്പോ 4 ഒരേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത് ഏതാ നമുക്ക് നോക്കാം. റെഡി, കഴിച്ചു നോക്കാം. അടിപൊളി കുടിയാണ്. വാവാ. അപ്പോ ഞങ്ങളിങ്ങനെ ഓടിച്ചിട്ട് ഫുള്ള് രാത്രി ബസാർ ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടു. ഒരിടത്ത് കയറി മഞ്ചൂരിയനും സൂപ്പും ഒക്കെ കുടിക്കുകയും ചെയ്തു. ഇനി വീട്ടിലേക്ക് പോകുകയാണ്. നിങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഫുഡീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരിക. വെജ് മാത്രമേ ഉള്ളൂ കേട്ടോ. വീണ്ടും ഞാൻ പറയാണ്, വെജ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരികയാണെങ്കിൽ രാത്രി ബസാർ മിസ്സാക്കരുത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ പോലും പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വരിക. ബിക്കോസ് രാത്രി 12 മണി കഴിഞ്ഞു. ഇപ്പൊ 1 മണി ആവാൻ പോവുകയാണ്. തിരക്കിവിടെ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 1 o'clock ആവുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരണം, ബറോഡയിൽ വരുവാണെങ്കിൽ. അപ്പൊ ബൈ.